ഈ വീഡിയോയിൽ ഞാൻ ഡയോഡ് റെക്ടിഫയർ ആയിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും അതിന്റെ പ്രവർത്തനമാണ് പറയാൻ പോകുന്നത്. ഈ റെക്ടിഫയർ എന്ന് പറയുമ്പോൾ എ സിയെ ഡി സി ആക്കുന്നതാണ്. എ സി അറിയാലോ, ആൾട്ടർനേറ്റിംഗ് കറന്റ്, ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറന്റ്. ഡയറക്റ്റ് കറന്റാണ് ഡി സി, ഒരേ ദിശയിൽ ഒഴുകുന്ന കറന്റ്. അപ്പൊ എ സിയെ ഡി സി ആക്കുന്ന ഒരു സംവിധാനമാണ് റെക്ടിഫയർ. അതിനകത്ത് ഫസ്റ്റ് ഞാൻ ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ചാണ് പറയുന്നത്. ഹാഫ് വേവ് റെക്ടിഫയർ ഇത് കണ്ടോ, ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഇത് ഇൻപുട്ട് ഇവിടെ എ സി കൊടുക്കുന്നു, ഇൻപുട്ട് ഇവിടെ എ സി കൊടുക്കുന്നു. ഇത് സ്വിച്ച് ആണ്, ഇത് ട്രാൻസ്ഫോമർ ആണ്, ഇത് ഔട്ട്പുട്ടിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്, അവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട്. അപ്പൊ 220 വോൾട്ട് ഇവിടെ കൊടുത്തപ്പോൾ 3 വോൾട്ട് ആക്കി ആരീസ് ട്രാൻസ്ഫോമർ. ഇപ്പോ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞ് ഇങ്ങനെ ഡയഗ്രാം വരയ്ക്കുക. അങ്ങനെയാണ് ഒരു എ സി, പിന്നെ ഒരു ട്രാൻസ്ഫോമർ, അതിന് പ്രൈമറി കോയില്, സെക്കൻഡറി കോയില്. ഇനി ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്, കണ്ടോ, ഡയോഡിന്റെ പോസിറ്റീവ് ആണ് ഈ ആരോ ആണെന്ന്, നെഗറ്റീവ് അപ്പുറം. ഇത് ഫോർവേഡ് ബയാസ്, ഇത് പോസിറ്റീവുമായിട്ട്, ഇവിടുത്തെ പോസിറ്റീവുമായിട്ട് ഘടിപ്പിച്ചാൽ ഇത് ഫോർവേഡ് ബയാസിലായിരിക്കും. ഇത് ഫോർവേഡ് ബയാസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എ സി കടന്നു പോകുമ്പോൾ, എ സി കടന്നു പോവാണ്, എ സി കടന്നു പോകുമ്പോൾ എ സി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എ സി ഇതാണ് ഒരു സൈക്കിൾ. ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഹാഫ് ഫോർവേഡ് ബയാസിൽ ഇതിലൂടെ കടന്നു, ഫസ്റ്റ് ഹാഫ് ഫോർവേഡ് ബയാസിൽ കടന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് കടന്നു പോവില്ല, സെക്കൻഡ് ഹാഫിനെ അത് കട്ട് ചെയ്ത് മാറ്റും. അതാണ് അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ്, ഒരു എ സിയിലെ ഒരു സൈക്കിളിന്റെ ഹാഫ് സൈക്കിൾ മാത്രം കടത്തി വിടുന്നു, പകുതി സൈക്കിൾ മാത്രം കടത്തി വിടുന്നു, മറുപകുതിയെ കടത്തി വിടുന്നില്ല. അപ്പൊ ഔട്ട്പുട്ടിൽ എങ്ങനെ കിട്ടും? ഔട്ട്പുട്ടിൽ ഇങ്ങനെ കിട്ടും. ഇത് കടന്നു പോകുന്നു, ഇത് കടന്നു പോകുന്നില്ല, ഇത് കടന്നു പോകുന്നു, കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇടവിട്ടുള്ള ഡി സി ആണ് കിട്ടുന്നത്. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്ന്. ഇതിനാണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ? ഡയോഡിലൂടെ എ സി കടന്നു പോകുമ്പോൾ ഒരു ദിശയിൽ മാത്രം ഒന്നിടവിട്ട്, ഒരു ദിശയിൽ മാത്രം ഒന്നിടവിട്ട്, ഇത് വരില്ല, ഇങ്ങോട്ടുള്ള വരില്ല, ഒന്നിടവിട്ട് ഒഴുകുന്ന വൈദ്യുതി ലഭിക്കുന്നു. ഈ പ്രവർത്തനമാണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ പ്രവർത്തനം സാധ്യമാകുന്ന ഉപകരണമാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ആ ഡെഫിനിഷൻ നമുക്ക് പുസ്തകത്തിൽ നോക്കി പഠിക്കുക, ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. When AC flows through a diode, we get a current flow only in one direction, which is intermittent. Intermittent. This is half wave rectification. The device which makes this possible is the half wave rectifier. ഇനി ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ഫുൾ വേവ് റെക്ടിഫയറിൽ ഇതുപോലെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. പക്ഷേ ഈ ട്രാൻസ്ഫോമറിന് പ്രത്യേകത ഉണ്ട്, ഇതുണ്ടോ, സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ എന്നാണ് വിളിക്കുന്നത്. ഇതിന് പ്രത്യേകത ഉണ്ട്, ഇത് പറയണമെന്നില്ല, എങ്കിലും ഞാനത് മനസ്സിലാക്കാൻ പറയുന്നത്. ഈ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത സെൻട്രൽ ടാപ്പ്, നടുക്കൊരു പോയിന്റ് കണ്ടോ. ഇത് എ പോസിറ്റീവ് ആകുമ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും, ബി പോസിറ്റീവ് ആകുമ്പോൾ, എ പോസിറ്റീവ് ആകുമ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും, ബി നെഗറ്റീവ് ആകുമ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും. ഈ പോയിന്റ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പ്രവർത്തിക്കും. അതായത് മുകളിലത്തെ ഹാഫില് ഇത് നെഗറ്റീവ്, ഇത് ഫോർവേഡ് ബയസിലാണ്, മുകളിലത്തെ ഹാഫില് ഇത് നെഗറ്റീവും ഈ പോയിന്റ് നെഗറ്റീവും, താഴത്തെ ഹാഫില് ഈ പോയിന്റ് പോസിറ്റീവുമാണ്. അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ഈ സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ. അത് പറയണമെന്നില്ല, സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ് ഘടിപ്പിച്ചിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു ഡയോഡ് D1, ഒന്നാമത്തെ ഡയോഡുണ്ട്, രണ്ടാമത്തെ ഡയോഡുണ്ട്. ഈ ഒന്നാമത്തെ ഡയോഡ്, രണ്ടാമത്തെ ഡയോഡ്, ഔട്ട്പുട്ട് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാറ്റി കൊടുക്കാറുണ്ട്, പക്ഷെ ഇത് ഇവിടെ വരച്ചിരിക്കുന്നുള്ളൂ, ഔട്ട്പുട്ട് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? എ സി കടന്നു പോകുമ്പോൾ എ പോസിറ്റീവ് ആകുമ്പോൾ ഇതിലൂടെ വൈദ്യുതി കടന്നു പോകും. ഇത് ഫോർവേഡ് ബയസിലാണല്ലോ, എ പോസിറ്റീവ് ആകുമ്പോൾ. അപ്പൊ ഇത് റിവേഴ്സ് ബയസിലാണ്, ഇതിലൂടെ കടന്നു പോകില്ല വൈദ്യുതി. അപ്പൊ ഇതിലൂടെ കടന്നു പോകും, ഇതിലൂടെ കടന്നു പോയി. അപ്പൊ ഇതിലേ കടന്നു പോകില്ല, ഇങ്ങനെ പോകില്ല. ഇവിടെ വന്നാൽ എന്താണ്, ഇത് പോസിറ്റീവ് ആണല്ലോ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇതിലൂടെ കടന്ന് പോസിറ്റീവിലോട്ട് പോയാലാണ് കടന്നു പോവുള്ളൂ, ഇത് കടന്നു പോകില്ല, ഇതിലൂടെ വന്ന് ഇതിലൂടെ പോകും. അപ്പൊ ഈ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്. ഇനി ഔട്ട്പുട്ട് ഈ ഡയറക്ഷനിൽ കിട്ടും, ഇതിലൂടെ ഇങ്ങനെ കിട്ടും. ഇനി എ നെഗറ്റീവും ബി പോസിറ്റീവ് ആകുമ്പോൾ ഇത് ഫോർവേഡ് ബയാസിലാവും, അപ്പൊ ഇത് റിവേഴ്സ് ബയാസിലാവും. അപ്പൊ ഇതിലൂടെ കറണ്ട് പോകില്ല, ഇതിലൂടെ പോകും. ഇതിലൂടെ പോയിട്ട്
അപ്പോഴും ഈ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഒരേ ഡയറക്ഷനിലാണ് രണ്ട് ഹാഫുകളും പോയത്. അപ്പൊ ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ എ പോസിറ്റീവ് ആണ്. അപ്പോൾ D1 ഫോർവേഡ് ബയാസിലും D2 റിവേഴ്സ് ബയാസിലും ആയിരിക്കും. ഈ D1 കൂടെ A D1 ഇങ്ങനെ കിടന്നു. A D1 ഇവിടെ ഇങ്ങനെ പറഞ്ഞു നോക്കാം. EF AD1 EF AD1 EF എന്ന് പറയുന്ന കറണ്ടിൽ വൈദ്യുതി കടന്നു പോകുന്നു. എന്നാൽ അടുത്ത സൈക്കിൾ വരുമ്പോൾ A നെഗറ്റീവും B പോസിറ്റീവും. ഇത് D2 ഫോർവേഡ് ബയസ് ആവും. അപ്പൊ എന്താണ് BD2EF ഇങ്ങനെ വൈദ്യുതി കടന്നു പോകും. എങ്ങനെ കടന്നു പോയാലും ഒരേ സൈഡിലൂടെ ആണ് പോകുന്നത്. അപ്പൊ എന്താണ് ഈ സൈക്കിൾ ഇങ്ങനെ വരേണ്ടതിനെ നിവർത്തി ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വരേണ്ടതിനെ നിവർത്തി ഇങ്ങനെ വെച്ചു. ഇതാണ് എന്താ ഫുൾ വേവ് റെക്ടിഫിക്കേഷനിൽ കൂടി വരുന്ന കറണ്ട്. ഒരു DC ബാറ്ററിയിൽ കൂടിയാണ് ഇത് ഇങ്ങനെ വരും. കണ്ടോ, ഇത് മൂന്നെണ്ണം തിരിച്ചറിയാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് AC, ഇത് ഹാഫ് വേവ് റെക്ടിഫയർ, ഇത് ഫുൾ വേവ് റെക്ടിഫയർ, ഇത് സെൽ, ഇത് ബാറ്ററി. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫിക്കേഷനും ഫുൾ വേവ് റെക്ടിഫിക്കേഷനും പഠിച്ചു. എന്താണ് അപ്പൊ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം. എന്താണ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ? AC തുടർച്ചയായി ഒരേ ദിശയിൽ ഒഴുകുന്നതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സംവിധാനം. AC തുടർച്ചയായി ഒരേ ദിശയിൽ ഒഴുകുന്നതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സംവിധാനം. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? An arrangement which converts AC into a continuous unidirectional current. An arrangement which converts AC into a continuous unidirectional current. This is called a full wave rectifier. ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. പരീക്ഷയ്ക്ക് വരാൻ വളരെ ചാൻസ് ആണ്. ഡയഗ്രം വരച്ച് പഠിച്ചുകൊണ്ടിരിക്കണം.